ഗായ്സ്, അപ്പോൾ നമ്മളിത് രാവിലെ തന്നെ ഫിഷിങ്ങിന് ഇറങ്ങിയേക്കുവാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മഷീറാണ് കേട്ടോ. അപ്പം നമ്മൾ ബ്ലൂ ഫിൻ മഷീറാണ് ടാർഗറ്റ് ചെയ്ത് വന്നേക്കുന്നത്. അപ്പം എന്താ കിട്ടാമെന്നൊന്നും അറിയത്തില്ല. ഇവിടെ അത്യാവശ്യം വാഹയുടെ ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കാസ്റ്റ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും അടിക്കുമോ നോക്കാം നമ്മൾ. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു അഡ്വഞ്ചർ ട്രിപ്പ് പോലെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണുള്ളത്, അപ്പം വേറെ ആരും ഇന്നില്ല. അപ്പം ഒറ്റയ്ക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വീഡിയോ പരമാവധി എടുക്കാൻ പറ്റുന്ന പോലെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാശ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ഇതേപോലെ മഷീറിനൊക്കെ ടാർഗറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ കൂടുതലും വെള്ളം നല്ല തെളിവുള്ള സമയത്ത് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെയിലുള്ള സമയത്ത് ഇതേപോലെ നല്ല ഒഴുക്കുള്ള സ്ഥലത്തുമാണ് ഇത് മെയിനായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മഷീറുള്ള സ്ഥലത്തു നിന്നാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അടി ഉറപ്പായിരിക്കും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ഏത് ബെയ്റ്റ് ഇട്ട് കഴിഞ്ഞാലും ചാടി കയറി പിടിച്ചോളും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കണ്ടീഷൻസിൽ പോവുകയാണെങ്കിൽ മീൻ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ട്രൈക്ക് തരുന്നതായിരിക്കും കേട്ടോ. ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും മഷീർ നമ്മുടെ ലൂറിൽ ചേസ് ചെയ്ത് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പം 2, 3, 4 തവണ ഞാൻ സ്ട്രൈക്ക് ചെയ്തു, പക്ഷേങ്കിൽ ആ ഹുക്കപ്പ് കറക്റ്റ് പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഈ മഷീർ ഫിഷിങ്ങിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗാണ്. ഡ്രാഗ് നമ്മൾ ഒരിക്കലും ടൈറ്റിൽ വെക്കാൻ പാടില്ല, പിന്നെ ഓവർ ലൂസിലും വെക്കാൻ പാടില്ല. ഇപ്പോൾ ടൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ മീൻ നേരെ ലൈന് പൊട്ടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. ഓവർ ലൂസ് വെച്ച് കഴിഞ്ഞാൽ മീൻ ഓടിയിട്ട് എവിടെയെങ്കിലും ഉടക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഡ്രാഗ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കുക. ഒരു മീഡിയത്തിൽ മാത്രമേ ഡ്രാഗ് എപ്പോഴും മഷീർ ഫിഷിങ്ങിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പാടുള്ളൂ. കൂടുതലും കുറച്ചും വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മീൻ മിസ്സാകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലൂറും മിസ്സായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. Oh guys, fish on, fish on. അപ്പോൾ ഗായ്സ്, നമുക്ക് ഒരു മഷീർ അടിച്ചിട്ടുണ്ട്. ഇതാ ബ്ലൂഫിൻ മഷീർ. ബ്ലൂഫിൻ ആയിട്ടില്ല, അതായത് മഷീറാണ്. ഒരു 1 കിലോ സൈസ് ഉണ്ടാവും. 1 കിലോ ഉണ്ടാവും. ചെറിയ സാധനമാണ്. അപ്പം നല്ല ഹുക്ക് നല്ലപോലെ കയറിയിട്ടുണ്ട്, ഡാമേജ് ആയിട്ടുണ്ട്. അപ്പം ഗായ്സ്, ക്യാമറ പെട്ടെന്ന് ഓഫായി പോയി കേട്ടോ. അതാണ് നമുക്ക് ആ ഈ കറ്റീനെ കയറ്റുന്ന വീഡിയോ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റാഞ്ഞ കേട്ടോ. നമ്മളിത് അടുത്ത കറ്റീനെ കയറ്റാനുള്ള കഠിനമായ പ്രയത്നത്തിലായിരുന്നു. അപ്പം തൊട്ടടുത്തു നിന്നാണ് ഒരാൾ കറ്റീനെ വലിച്ചു കയറ്റുന്നുണ്ട്. അപ്പോൾ ഏറ് ചൂണ്ടയിലാണ് പുള്ളി പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒന്നും നോക്കിയില്ല, ക്യാമറ എടുത്ത് പുള്ളീൻ്റെ അടുത്തേക്ക് ഓടി. പക്ഷേ പുള്ളി കയറ്റുന്ന എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ആ വിഷ്വൽസ് ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. അപ്പോൾ ഗായ്സ്, ഫസ്റ്റ് കറ്റി കേട്ടോ. ഇതന്നെ കേട്ടോ ഇട്ടേക്കുന്നത്.
വെയിറ്റ് അല്ലേ? അപ്പോൾ ആദ്യത്തെ കറ്റി കേട്ടോ, പുള്ളിക്ക് കിട്ടിയാണ്. ഇതെല്ലാം മഞ്ഞപ്പൊടിയല്ലേ ഉണ്ട് അതിൻ്റെ അകത്ത്? ഇല്ലല്ല, ഇതിൽ യെല്ലോ കളറാണ്. പിന്നെ ബാക്കിയുള്ള നമ്മളെ കൊയ്ത്തീറ്റ, കാലിത്തീറ്റ ഇതൊക്കെ ആയിട്ടില്ല. പൈനാപ്പിൾ എസൻസ്, വില്ലറ്റ് 2 ദിവസം വില്ലറ്റ്. പിന്നെ ഇതില്ലേ കോഴി മുട്ടത്തീറ്റ എന്ന് പറഞ്ഞിട്ട് കിട്ടും, ചോളം മിക്സ് ആയിട്ട് വരുന്നത്, ചെറുതല്ല. ഇതാ ആട്ട. പിന്നെ കളർ യെല്ലോ കളർ, യെല്ലോ കളർ റെഡ് കളറിലും അടിക്കുന്നുണ്ട്. പക്ഷെ യെല്ലോ കളർ കറ്റി അടിക്കുന്ന യെല്ലോ തന്നെയാണ്, നൂരൊക്കെ അടിക്കുന്ന റെഡ് കളറിലാണ്. അപ്പോൾ നമ്മൾ എറിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏറ് ചൂണ്ടയിലാണ് കറ്റി കയറ്റിയേക്കുന്നത്. ഗായ്സ്, ഇത് ഇത്രയും മീൻ നമ്മളെ ജംഷീർ എന്ന് പറയുന്ന പുള്ളി പിടിച്ചാണ് കേട്ടോ, ബെയ്റ്റ് ഫിഷിങ് യൂസ് ചെയ്തെടുത്തിട്ട്. അപ്പം പുള്ളി സ്പൈഡർ ഹുക്ക് അതേപോലെ തന്നെ പുള്ളി വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത ബെയ്റ്റും കൊണ്ട് ഇത്രയും മീനെ പിടിച്ചാണ് കേട്ടോ. ഗായ്സ്, അപ്പോൾ നമുക്കിത് ഒരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ബഷീറാണ്, ചെറുതാണ് കേട്ടോ. അത്യാവശ്യം ഉക്കപ്പൊക്കെ ആയിട്ടുണ്ട് ഇത്. നമുക്ക് കയറിയേക്കുന്ന മീനിത് സ്പിന്നലാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. ചെറിയൊരു മഷീറാണ്, കണ്ടില്ലേ? നമുക്കിങ്ങനെ കരക്കോട്ട് ഇടും. ഓ ഗൈസ്, ബേബി മഷീർ. അപ്പോൾ നമ്മൾ വന്നതിന് ഉപകാരമായി. മീനെ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, സ്പിന്നറയിലാണ് കിട്ടിയേക്കുന്നത്. ചെറിയൊരു മഷീറാണ്. ഹുക്കപ്പ് ഇത് കണ്ടില്ലേ, ചെറിയൊരു ഹുക്കപ്പായിട്ടുണ്ട്. അപ്പം വലിയതായിട്ടൊന്നും കയറില്ല. ഇത് സിംഗിൾ ഹുക്കാണ് കയറിയേക്കുന്നത്. നമ്മുടെ മെപ്സിൻ്റെ സ്പിന്നർ 24 ഗ്രാമിൻ്റെ ലോങ് കാസ്റ്റിലാണ് കേട്ടോ നമുക്ക് മീൻ അടിച്ചേക്കുന്നത്. ബ്ലൂ ഫിന്നൊന്നുമല്ല, പക്ഷേങ്കിൽ അതിൻ്റെ ചെറിയ സൈസുള്ള മീനാണ്. ബ്യൂട്ടിഫുൾ മഷീർ. ഇതുണ്ടല്ലേ, കാര്യമില്ല, ചെറിയ മീനാണ്. നമ്മൾ ചുമ്മാ എന്നത്തിനാ, ഇതിപ്പം വലുതാട്ടെ. അപ്പോൾ നമ്മളിതിനെ എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്കിതിനെ റിലീസ് ചെയ്യാം. ഫസ്റ്റ് ടൈമാണ് മഷീറിനെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഹെൽത്തൊക്കെ ആവട്ടെ, അധികം ഡാമേജ് ഒന്നും വരുത്താതെ നമുക്കിവനെ പറഞ്ഞു വിടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹുക്കിൽ നിന്ന് റിലീസ് ചെയ്യാം കേട്ടോ. അപ്പം കരക്കെത്തിയിട്ട് കുറച്ച് സമയമായി. ഹുക്കിൽ നിന്ന് ഞാൻ റിലീസ് ചെയ്ത് തരാം. അപ്പോൾ ദേ ഹുക്കിൽ നമ്മൾ അഴിച്ചിട്ടുണ്ടേ. അപ്പോൾ നല്ല കിടിലൻ മഷീർ. അപ്പോൾ ഗായ്സ്, നമ്മൾ റിലീസ് ചെയ്യാൻ പോകണം. ഇവനെ അതേ സമയം കരക്കി നിർത്തിക്കൂടാ. അപ്പോൾ ദേ
ഞാൻ വിടാൻ പോവാണേ. കുട്ടാപ്പി പോയിട്ട് വലുതായിട്ട് വാ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ദിവസം നല്ല അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ നമുക്ക് അത്യാവശ്യം 2 കറ്റീനെ കയറ്റാനും പറ്റി, അതുപോലെ തന്നെ വേറെ ആൾ പിടിക്കുന്നത് കാണാനും പറ്റി കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു അഡ്വഞ്ചർ ട്രിപ്പ് തന്നെയായിരുന്നു. നമ്മൾ വിചാരിച്ച കാര്യം എന്തായാലും സാധിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ മഷീർ ഫിഷിങ്ങിന് ഇറങ്ങി, കറക്റ്റ് മഷീർ തന്നെ കിട്ടുകയും ചെയ്തു. പിന്നെ വാഹയ്ക്കുള്ള ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, അപ്പോൾ അത് അടിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് സമയം കൂടെ കാശ് ചെയ്ത് നോക്കിയായിരുന്നു, വേറെ ഒന്നും അടിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ സീ യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.